സോ കുറച്ച് ഫുട്ബോൾ റിലേറ്റഡ് അപ്ഡേറ്റ്സ് പറയാനായിട്ടാണ് വന്നിരിക്കുന്നത്. ക്ലബ് ഫുട്ബോൾ ഈസ് ബാക്ക് ആഫ്റ്റർ ദി ഇന്റർനാഷണൽ ബ്രേക്ക്. 2 വീക്സിന് ശേഷം ഈ ശനിയാഴ്ച മാച്ചസുകൾ തുടങ്ങുകയാണ്. സോ ഇൻട്രസ്റ്റിംഗ് ആയ കുറേ മാച്ചസുകളുണ്ട്. ഡെൽ ക്ലാസിക്കർ, ഡോർട്ട്മുണ്ട് വേഴ്സസ് ബയൺ ശനിയാഴ്ച ഉണ്ട്. കൂടാതെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ മാൻ സിറ്റി വേഴ്സസ് ആർസണൽ, ദ ബിഗസ്റ്റ് മാച്ച് ഓഫ് ദ വീക്കെൻഡ്. സൺഡേയിലുണ്ട്. ലിവർപൂൾ ബ്രൈറ്റനെയാണ് നേരിടുന്നത് സൺഡേ. മാൻ യുണൈറ്റഡ് ബ്രെൻഫോർഡിനെ നേരിടുന്നു. ബാർസലോണ ലാസ് പാമാസിനെ നേരിടുന്നു. സാറ്റർഡേ നൈറ്റാണ്. അതുപോലെ തന്നെ സൺഡേ നൈറ്റ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ റയൽ മാഡ്രിഡ് അത്ലറ്റിക് ക്ലബ്ബ് അഗെയിൻസ്റ്റ് ബെർണബേയിലൊരു ടഫ് ഫിക്സർ ഉണ്ട്. സോ അങ്ങനെ കുറേ ഇൻട്രസ്റ്റിംഗ് ആയ മാച്ചസുകൾ നടക്കുന്നുണ്ട്. സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഇപ്പം കുറച്ച് അപ്ഡേറ്റ്സ് പറയാനായിട്ടാണ് വന്നിരിക്കുന്നത്. സോ മാൻ യുണൈറ്റഡ് കാര്യമായിട്ട് കുറേ അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ മാൻ യുണൈറ്റഡിൻ്റെ കാര്യത്തിൽ ഫസ്റ്റ് പറയാനായിട്ട് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം മാൻ യുണൈറ്റഡ് അറ്റ് ദിസ് മോമെന്റ് ടേബിളിൽ 6th ഉണ്ട്. യൂറോപ്പ ലീഗ് സ്പോട്ടിലുണ്ട്. കൂടാതെ FA കപ്പിൽ സെമി ഫൈനലിൽ എത്തിയിട്ടുണ്ട്. FA കപ്പ് അടിച്ചാലും യൂറോപ്പ ലീഗ് ക്വാളിഫിക്കേഷൻ ഓൾമോസ്റ്റ് ഗ്യാരണ്ടീഡ് ആണ്. സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ അറ്റ് ദിസ് മോമെന്റ് മാൻ യുണൈറ്റഡ് ഇസ് 6th ഇൻ ദ ലീഗ്. OGC നൈസ് അവിടെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ 5th ആണ്. സോ അറ്റ് ദിസ് മോമെന്റ് 2 ടീമുകൾക്കും യൂറോപ്പ ലീഗ് ക്വാളിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. സോ അതിനാൽ തന്നെ ഇപ്പം മാൻ യുണൈറ്റഡിൻ്റെ മാനേജ്മെൻറ്റും ഓരോ ഫാൻസ് വീക്കാരും ഉന്നയിക്കുന്നുണ്ട്. കറണ്ട് റൂൾ പ്രകാരം 2 ടീമിനോടെയും ഒരേ ഓണർഷിപ്പിന് അണ്ടറുള്ള രണ്ട് ടീമിന് ഒരു കോമ്പറ്റീഷൻസിൽ മത്സരിക്കാൻ പറ്റത്തില്ല എന്നൊരു റൂളുണ്ട്. സോ അതിനാൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ മാൻ യുണൈറ്റഡ് ഇപ്പം UEFA ജൂൺ 3 മുമ്പ്, അതായത് ജൂൺ 3 മുമ്പ് ഇൻഡിപെൻഡൻറ്റ് മാനേജ്മെൻറ്റാണ്. അതായത് ഈ RB ഗ്രൂപ്പ് ചെയ്യുന്നവരെ മാൻ യുണൈറ്റഡിൻ്റെ മാനേജ്മെൻറ്റും അതുപോലെ തന്നെ OGC നൈസിൻ്റെ മാനേജ്മെൻറ്റും ശരിയാണ്, ഒരേ ഓണർഷിപ്പിൻ്റെ അണ്ടറിലാണെങ്കിലും മാനേജ്മെൻറ്റ് തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്ന്. അതായത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള 2 മാനേജ്മെൻറ്റ്സ് ആണ് ഇത് രണ്ടും നടത്തിക്കൊണ്ട് പോകുന്നത് എന്നുള്ള രീതിയിൽ. അതായത് OGC ഗ്രൂപ്പിൻ്റെ മാനേജ്മെൻറ്റിലുള്ള ആരും മാൻ യുണൈറ്റഡ് ഗ്രൂപ്പിൻ്റെ മാനേജ്മെൻറ്റിൽ ഇൻവോൾവ് ആവുന്നില്ല എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് സാധിച്ചാൽ ജൂൺ 3 മുമ്പ് അത് മിക്കവാറും 90% സാധിക്കുക തന്നെ ചെയ്യും. അതിനുള്ള വലിയ പാടൊന്നുമില്ല. സോ അതിനാൽ തന്നെ ജൂൺ 3 മുമ്പ് മാൻ യുണൈറ്റഡ് അത് പ്രൂവ് ചെയ്യും. സോ അവർ കോൺഫിഡൻ്റ് ആണ്. യൂറോപ്പ ലീഗ് ക്വാളിഫിക്കേഷൻ കിട്ടിയാലും OGC നൈസിന് അവിടെ കിട്ടിയാലും, ഇപ്പോൾ 5th ആണ് OGC നൈസ് ഫ്രഞ്ച് ലീഗിൽ, കിട്ടിയാലും കുഴപ്പമില്ല. 2 ടീമിനും ഒരേ കോമ്പറ്റീഷനിൽ മത്സരിക്കാൻ പറ്റും. സോ മാൻ യുണൈറ്റഡ് ഫാൻ അത് ഓർത്ത് വറി ചെയ്യേണ്ട എന്നാണ് ഇപ്പം എന്നാൽ കേൾക്കുന്നത്. മാറ്റ് ഹ്യൂക്സ് ഒക്കെയാണ് റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തകൾ. സോ അവിടെ തന്നെ മാൻ യുണൈറ്റഡിൽ തന്നെ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യുകയാണെങ്കിൽ മാൻ യുണൈറ്റഡ് ഗാരി ഓ'നീലിൽ ഇൻട്രസ്റ്റഡ് ആണെന്നുള്ള രീതിയിൽ ഇപ്പം റിപ്പോർട്ടുകൾ കേൾക്കുന്നുണ്ട്. സോ മെയിൽ സ്പോർട്ടാണ് ഈ കാര്യമൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഗാരി ഓ'നീൽ ഇപ്പോഴത്തെ കറണ്ട് വൂൾസിൻ്റെ മാനേജറാണ്. ആളിൽ ഓവറോൾ സർ ജിം റാറ്റ്ക്ലിഫ് ആൻഡ് ടീം ഇംപ്രസ്ഡ് ആണ്. സോ ആളെയും മേ ബി ഒരു ഇൻ്റർവ്യൂവിന് വിളിച്ചേക്കാമെന്ന് കേൾക്കുന്നുണ്ട്. സോ ഗാരി ഓ'നീൽ, സൗത്ത് ഗേറ്റ്, ഡിസർവി, അതുപോലെ തന്നെ തോമസ് ഫ്രാങ്ക് ബ്രെൻഫോർഡിൻ്റെ മാനേജർ, ഇവരെല്ലാം ലിസ്റ്റിലുണ്ട്. സോ നമുക്ക് നോക്കാം എന്താവുന്നു. സൗത്ത് ഗേറ്റിൻ്റെ പേര് വീണ്ടും സൺ സ്പോർട്സ് ലിങ്ക് ചെയ്യുന്നുണ്ട് യുണൈറ്റഡുമായിട്ട്. പറയുന്നത് സൗത്ത് ഗേറ്റ് കൂടാതെ അദ്ദേഹത്തിൻ്റെ കറണ്ട് ഇംഗ്ലണ്ട് മാനേജ്മെൻറ്റ്, ഇംഗ്ലണ്ടിൻ്റെ കറണ്ട് പുള്ളിയുടെ ടീമുണ്ടല്ലോ, ആ ഒരു മാനേജ്മെൻറ്റ് ഫുള്ളിനെ അങ്ങോട്ട് കൊണ്ടുവരാനായിട്ടാണ് മാൻ യുണൈറ്റഡിൻ്റെ ആഗ്രഹം എന്നുള്ള രീതിയിൽ സൺ സ്പോർട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. സോ സൺ സ്പോർട്സിനെ ഒട്ടും വിശ്വസിക്കാൻ പറ്റത്തില്ല. അവരിങ്ങനെ നമ്മൾ പറയത്തില്ലേ, വാർത്തകൾ ഉണ്ടാക്കാൻ മിടുകരാണ്. സോ എന്തായാലും സൗത്ത് ഗേറ്റ് ഈസ് വൺ ഓഫ് ദ കാൻഡിഡേറ്റ്, അത് 100% ഉറപ്പാണ്. എന്തായാലും ഇൻ്റർവ്യൂ നടക്കും. സോ ഗാരി ഓ'നീലിൽ ഇപ്പം സീരിയസ് ഇൻട്രസ്റ്റ് കാണിക്കുന്നതായിട്ട് റിപ്പോർട്ടുകൾ കേൾക്കുന്നുണ്ട്. സോ അവിടെ നിന്ന് നമ്മൾ മറ്റു ന്യൂസുകളോട്ട് കിടക്കുവാണെങ്കിൽ ഫബ്രീജിയോ ബ്രൂണോ, നമ്മുടെ ഫ്ലമംഗോയുടെ ബ്രസീലിയൻ സെൻറ്റർ ബാക്ക്, ആളാണെങ്കിൽ ലാസ്റ്റ് ഇയറിൽ പ്രീമിയർ ലീഗ് ക്ലബ്ബുകളായ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ്, അതുപോലെ തന്നെ വൂൾസ്, പിന്നെ അറ്റ്ലാന്റ, സിറിയ ക്ലബ്ബ് അറ്റ്ലാന്റ, പിന്നെ സൗദിയിൽ നിന്നും സീരിയസ് ഇൻട്രസ്റ്റ് ഈ താരത്തിലുണ്ടായിരുന്നു. ആൻഡ് ആളാണെങ്കിൽ അത് ഫ്ലമംഗോ അതെല്ലാം റിജക്ട് ചെയ്ത്, ആളും റിജക്ട് ചെയ്ത് ഫ്ലമംഗോയായിട്ടൊരു കോൺട്രാക്ട് അത് എക്സ്റ്റെൻഡ് ചെയ്തിരുന്നു. പക്ഷേ ഈ സമ്മറിൽ അദ്ദേഹം യൂറോപ്പിലോട്ടൊരു നീക്കം നടത്താനായിട്ട് ആഗ്രഹമുണ്ടെന്നുള്ള രീതിയിലാണ് റിപ്പോർട്ടുകൾ കേൾക്കുന്നത്. സോ നമുക്കറിയാം ഈ റീസെൻറ്റ് ഫ്രണ്ട്ലീസിൽ ബ്രൂണോ 2 മാച്ചസിലും സെൻറ്റർ ബാക്കായിട്ട് അലോങ് വിത്ത് ബെറാൾഡോ ബ്രസീലിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. കുഴപ്പമില്ലാത്ത പെർഫോമൻസ് ഇട്ടു. കൂടാതെ മറ്റ് പല ക്ലബ്ബുകൾ ആരെ ട്രാക്ക് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ടോപ്പ് ക്ലബ്ബുകളല്ല, ഇതുപോലത്തെ ഈ വൂൾസ്, അതുപോലെ തന്നെ ഈ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ്, മേ ബി അങ്ങനത്തെയൊക്കെ ക്ലബ്ബുകൾ ഇൻട്രസ്റ്റഡ് ആയിരിക്കാം. നമുക്ക് നോക്കാം എന്താവുമെന്ന്. സൗദിയിൽ നിന്നും സീരിയസ് ഇൻട്രസ്റ്റ് ഉണ്ട് താരത്തിൽ. അറ്റ്ലാന്റ ഇപ്പോഴും ആളുടെ പുറകെ ഉണ്ടെന്നും റിപ്പോർട്ടുകൾ കേൾക്കുന്നുണ്ട്. സോ ലാസ്റ്റ് ഇയർ അറ്റ്ലാന്റയൊക്കെ നീക്കം നടത്തിയാണ്, കിട്ടിയില്ല. നമുക്ക് നോക്കാം. ഫബ്രീസിയോ ബ്രൂണോ അങ്ങോട്ട് വന്നു. ഫബ്രീസിയോ റൊമാനോയാണ് ഈ റിപ്പോർട്ട് വിട്ടിരിക്കുന്നത്. സോ അവിടുന്ന് നേരെ നമ്മൾ ആർസണലിൻ്റെ ഒരു അപ്ഡേറ്റ് പറയാനായിട്ടാണെങ്കിൽ വിക്ടർ ഗോയക്കസിനെ ആർസണൽ സീരിയസ്ലി ഇൻട്രസ്റ്റഡ് ആണെന്ന് പറഞ്ഞാണ് ഇപ്പോൾ പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഐവൻ ടോണി ആയിരുന്നു ആർസണലുമായിട്ട് ഏറ്റവും ലിങ്ക്ഡ് ആയി കണ്ടുകൊണ്ടിരുന്നത്. ബട്ട് ഐവൻ ടോണിനെ ഇപ്പോൾ മാൻ യുണൈറ്റഡ് ട്രാക്ക് ചെയ്യുന്നുണ്ടെന്ന് ഫബ്രീസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്തിരുന്നു. സോ വിക്ടർ ഗോയക്കസിനെയാണ് ഐവൻ ടോണിയിലും ആർസണൽ ഇപ്പം പ്രയോറിറ്റി കൊടുക്കുന്നത്. അഥവാ അവരുടെ പ്രോജക്റ്റിന് കൂടുതൽ സൂട്ടബിൾ ആവുക വിക്ടർ ഗോയക്കസ് ആയിരിക്കുമെന്ന് ആണ് ആർസണലിൻ്റെ
എന്നാ സ്കൗട്ടിംഗ് റിപ്പോർട്ടുകൾ എന്നാണ് ലണ്ടനിൽ ബേസ്ഡ് മീഡിയാസും കൂടാതെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ പോർച്ചുഗലിൽ നിന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ആർസണൽ സീരിയസ്ലി ഇൻട്രസ്റ്റഡ് ഇൻ ഗോയക്കസ് എന്നൊക്കെ പറഞ്ഞു. സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഈ സീസൺ 24 ലീഗ് മാച്ചസിൽ നിന്ന് അവിടെ സ്പോർട്ടിങ്ങിന് വേണ്ടി 22 ഗോളും 10 അസിസ്റ്റും വിക്ടർ ഗോയക്കസ് നേടിയിട്ടുണ്ട്. സോ അടിപൊളി ഒരു സീസണാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രോബബ്ലി എല്ലാവരും ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നത്, ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പെർഫോമൻസ് ആണ് ഈ സ്വീഡിഷ് ഇന്റർനാഷണൽ അവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. 25 വയസ്സുകാരനാണ്, പുറത്ത് ഐവൻ ടോണി 28 വയസ്സുകാരനാണ്. സോ ഇപ്പം ഐവൻ ടോണിയിലും ഗോയക്കസിലാണ് ആർസണൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആൻഡ് ഐവൻ ടോണിയിൽ മാൻ യുണൈറ്റഡ് ഇൻട്രസ്റ്റ് ഇപ്പം കാണിക്കുന്നതായിട്ടും റൂമറുകൾ വരുന്നുണ്ട്. സോ അവിടെ നിന്ന് നമ്മൾ നേരെ ബ്രൈറ്റൻ്റെ ഒരു കാര്യം പറയാനായിട്ടാണെങ്കിൽ ബ്രൈറ്റൻ്റെ കോച്ചായ ഡിസർവിനെ ഇപ്പം നമുക്കറിയാം പല ടോപ്പ് ക്ലബ്ബുകളും ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. ലിവർപൂൾ ലിങ്ക്സ് ഉണ്ട്, കൂടാതെ നമ്മൾ നോക്കാനായിട്ട് മാൻ യുണൈറ്റഡ് ലിങ്ക്സ് ഉണ്ട്. ബാർസയായിട്ട് നേരത്തെ ഉണ്ടായിരുന്നു, ബട്ട് അതിപ്പം ഓൾമോസ്റ്റ് ബാർസ ഡിസർബിയിൽ ഇപ്പം നോക്കുന്നേയില്ലെന്ന് ഉറപ്പാണ്. ബട്ട് ഇപ്പം പ്ലറ്റംബർഗ് ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്, സാബി അലോൺസോ എന്ന് പറയുന്ന ടാർഗറ്റ് കിട്ടിയില്ലെങ്കിൽ ഡിസർബിക്കായിരിക്കും മേ ബി ബയൺ മ്യൂണിക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കാമെന്നാണ് പ്ലറ്റംബർഗ് റിപ്പോർട്ടുകൾ വിട്ടിട്ടുണ്ട്. സോ നമുക്ക് നോക്കുകയാണെങ്കിൽ സാബി അലോൺസോ ആണ് അവർ പ്രിഫേർഡ് ചോയ്സ് ടു ടേക്ക് ഓവർ ഫ്രം തോമസ് ടുച്ചൽ ബൈ ദ എൻഡ് ഓഫ് ദ സീസൺ പോവുകയാണ്. ബട്ട് സാബി അലോൺസോ ഡീൽ നടന്നില്ലെങ്കിൽ ഡിസർബിയാണ് സെക്കൻഡ് പ്രയോറിറ്റി എന്ന് പറഞ്ഞ് പ്ലറ്റൻബർഗ് റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്ക് നോക്കാം എന്താവും. ഇപ്പം സാബി അലോൺസോ ടു ബയൺ മ്യൂണിക് ലിങ്ക്സ് വളരെ സ്ട്രോങ് ആണ്. വീണ്ടും ഇപ്പം കഴിഞ്ഞ ദിവസം വേറെ ഒരു റിപ്പോർട്ട് വരുന്നത് ഇപ്പം ബയൺ മ്യൂണിക് അല്ല ലിവർപൂളാണ് ഫ്രണ്ട് റണ്ണേഴ്സ്. എനിക്കൊന്നും അറിയത്തില്ല, പല ജേർണലിസ്റ്റുകളും പലത് റിപ്പോർട്ട് ചെയ്യുന്നു. ബട്ട് ജർമ്മൻ ബേസ്ഡ് ജേർണലിസ്റ്റുകളെല്ലാം മേ ബി ബയനെ കൂടുതൽ പ്രിഫർ ചെയ്യുന്നതുകൊണ്ടാവും സാബി അലോൺസോ ഫേവറേറ്റ് ബയനാണെന്ന് പറഞ്ഞ് എല്ലാ ജർമ്മൻ ബേസ്ഡ് മീഡിയാസും ജേർണലിസ്റ്റുകളും റിപ്പോർട്ട് ചെയ്യുന്നത്. സോ നമുക്ക് നോക്കാം എന്താവുമെന്ന്. ഡിസർബി എന്തായാലും അവരുടെ ടാർഗറ്റ് ലിസ്റ്റിലുണ്ട്. സോ അവിടെ നിന്ന് നമ്മൾ നേരെ നോക്കുവാണെങ്കിൽ ജോ ഗോമസ്, നമുക്കറിയാം ബൂൾസിൻ്റെ ബ്രസീലിയൻ മിഡ്ഫീൽഡർ, അടിപൊളി ഒരു സീസണാണ് ആളിപ്പം ബൂൾസിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബ്രസീൽ ടീമിലേക്ക് കോളപ്പ് കിട്ടി. കഴിഞ്ഞ 2 മാച്ചസിനും ഗോമസ് സ്റ്റാർട്ട് ചെയ്തു ഫോർ ബ്രസീൽ അഗെയിൻസ്റ്റ് ഇംഗ്ലണ്ട് ആൻഡ് അഗെയിൻസ്റ്റ് സ്പെയിൻ. സോ താരത്തിന് ഇപ്പം മാൻ യുണൈറ്റഡ് സീരിയസ്ലി ഇൻട്രസ്റ്റഡ് ആണെന്നുള്ള രീതിയിൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. സോ സ്പോർട്ടാണ് ഈ കാര്യമൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഇപ്പോഴത്തെ വൂൾസ് ടീമിൽ ഒരു ഇൻ്റഗ്രൽ പാർട്ടാണ് കസമീറോ. ബൈ ദ എൻഡ് ഓഫ് ദി സീസൺ കസമീറോനെ വിടാനായിട്ടും കസമീറോയുടെ റീപ്ലേസ്മെൻ്റ് ആയിട്ട് ഗോമസിനെ സൈൻ ചെയ്യാനായിട്ടുമാണ് ഇപ്പം സാർ ജിം റാറ്റ്ക്ലിഫ് ആൻഡ് ടീമിൻ്റെ ഡിസിഷൻ എന്നാണ് കേൾക്കുന്ന റിപ്പോർട്ടുകൾ. സോ സ്പോർട്ട് കൂടാതെ മറ്റ് പല മീഡിയാസും കുറച്ച് ദിവസമായിട്ട് ഈ ജോ ഗോമസിനെ യുണൈറ്റഡുമായിട്ട് ലിങ്ക് ചെയ്യുന്നുണ്ട്. സോ മേ ബി നല്ലൊരു സൈനിങ് ആയിരിക്കും എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. മാൻ യുണൈറ്റഡ് മിഡ്ഫീൽഡിലേക്ക് നല്ലൊരു അഡീഷൻ ആയിരിക്കും. നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ കസമീറോ ബൈ ദ എൻഡ് ഓഫ് ദി സീസൺ വൺ ഓഫ് ദ ഹയസ്റ്റ് ഏർണിംഗ് പ്ലെയേഴ്സാണ്. സൗദിയിൽ നിന്ന് ഇൻട്രസ്റ്റുകളുണ്ട്. മേ ബി ആൾ മൂവ് ചെയ്യാനായിട്ടുള്ള സാധ്യത വളരെ ഹൈ ആണ്. ആ വേജ് ബുക്കിൽ നിന്നും കസമീറോനെ എങ്ങനെയും ഒഴിവാക്കാനായിട്ടായിരിക്കും മാൻ യുണൈറ്റഡിൻ്റെ പ്ലാൻ. സോ നമുക്ക് നോക്കാം എന്താവും. എന്താണ് ജോ ഗോമസ് ആണ് പുള്ളിയുടെ ഒരു റീപ്ലേസ്മെൻ്റ് ആയിട്ട് കണ്ടെത്തിയിരിക്കുന്നത്. സോ പുള്ളിയിൽ മേ ബി വേറെ പല ക്ലബ്ബുകളും ഇൻട്രസ്റ്റ് കാണിച്ചേക്കാം. ഇപ്പോൾ മാൻ യുണൈറ്റഡ് ആണ് സീരിയസ് ലിങ്ക് കാണിക്കുന്നത്. നല്ലൊരു പ്രൊഫൈലായിട്ട് തോന്നുന്നുണ്ട് ഈ താരം. സോ അവിടെ നിന്ന് നമ്മൾ നേരെ വേറൊരു കാര്യം പറയാനായിട്ടാണെങ്കിൽ ഇപ്പം നമുക്കറിയാമല്ലോ ഫെഡറിക്കോ കിയേസ യുവൻഡസിൻ്റെ താരം. ആൾ നെക്സ്റ്റ് ഇയർ ഫൈനൽ ഇയർ ഓഫ് ഹിസ് കോൺട്രാക്റ്റാണ്. അതുപോലെ തന്നെ ഫ്രീ ഏജൻ്റാണ്. ആളിപ്പോൾ യുവൻഡസിൻ്റെ 2-3 പ്രപ്പോസൽസ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ആൾ മേ ബി ഒരു മൂവിന് വേണ്ടി ശ്രമിക്കുകയാണെന്ന് പറഞ്ഞ് സ്ട്രോങ് ലിങ്ക്സ് ഉണ്ട്. അലഗ്രിയുടെ അണ്ടർ പുള്ളി ഈ സീസണിൽ ഒരു ഇൻ്റഗ്രൽ പാർട്ടാണ്. ഇഞ്ചുറീസ് ഒന്നും ഈ സീസൺ അധികം വന്നിട്ടില്ല. 7 ഗോൾ 1 അസിസ്റ്റ് കൊണ്ട് 24ഓളം ലീഗ് മാച്ചസുകൾ ആൾ കളിച്ചിട്ടുണ്ട്. സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ മേ ബി നേരത്തെ ലാസ്റ്റ് സീസൺ അലഗ്രിയുടെ അണ്ടർ കളിക്കാൻ താല്പര്യമില്ല, അലഗ്രിയുടെ സിസ്റ്റത്തിൽ കിയേസ വേസ്റ്റർ ആവുകയാണെന്നൊക്കെ പറഞ്ഞ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള വാർത്തകളുണ്ടെന്ന്. ഈ സീസൺ ഒരു ടൈറ്റിൽ റേസിൽ ആദ്യമേ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം യുവൻഡസ് കംപ്ലീറ്റ്ലി ഔട്ടായിരിക്കുകയാണ്. സോ അവിടെ ഇന്റർ മിലാൻ ഗ്യാരണ്ടി ആയിരിക്കുകയാണ്, ലീഗ് ഇന്റർ മിലാൻ കൊണ്ടുപോകാൻ. കൂടാതെ ഇപ്പോൾ അദ്ദേഹം കോൺട്രാക്ട് ടോക്സ് ഒന്നും പോസിറ്റീവായിട്ടല്ല പോകുന്നത്. മേ ബി ഈ ഈസ് വില്ലിംഗ് ടു ലീവ്. അപ്പോൾ കേൾക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 40 മുതൽ 45 മില്യൺ യൂറോസിന് ഇടയ്ക്ക് കിയേസനെ വിൽക്കാനായിട്ട് യുവൻഡസ് റെഡിയാണെന്ന് പറയുന്നുണ്ട്. സോ യുവൻഡസ് കനോട്ട് ടേക്ക് ദ റിസ്ക്. ആൾക്ക് ഒന്നെങ്കിൽ ഫ്രീ ഏജൻ്റായിട്ട് പോയാൽ യുവൻഡസിന് അത് വൻ നഷ്ടമായിരിക്കും. സോ അതിനകത്ത് തന്നെ അവർ ഇപ്പം മാർക്കറ്റിൽ നെക്സ്റ്റ് സീസൺ അവൈലബിൾ ആക്കും. ബോത്ത് ലിവർപൂൾ ആൻഡ് മാൻ യുണൈറ്റഡ് ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഫെഡറിക്കോ കിയേസ എന്നാണ് സ്ട്രോങ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. സോ ഇറ്റലിയിൽ നിന്നും നല്ല സ്ട്രോങ് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ബോത്ത് ദ പ്രീമിയർ ലീഗ് ജയൻസ് ആർ ഇൻട്രസ്റ്റഡ് ഇൻ കിയേസ എന്ന് പറഞ്ഞാൽ. സോ നമുക്കറിയാം നേരത്തെ തൊട്ടേ കിയേസ ലിവർപൂൾ റൂമേഴ്സ് വളരെ സ്ട്രോങ് ആണ്. ഇപ്പം 2 സീസൺ മുമ്പൊക്കെ തന്നെ ആണെങ്കിലും കിയേസനെ ലിവർപൂൾ സീരിയസ് ഇൻട്രസ്റ്റ്, ആ യൂറോസിനൊക്കെ ശേഷം ലിവർപൂളിന് സീരിയസ് ഇൻട്രസ്റ്റ് ഉള്ള പ്ലെയർ കിയേസ എന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ടായിരുന്നു. സോ നമുക്ക് നോക്കാം. എന്തായാലും മൈക്കിൾ എഡ്വേർഡ്സ് തിരിച്ചു വന്നിരിക്കുകയാണ്. റിച്ചാർഡ് ഹ്യൂഗ്സ് മേ ബി അവർ പ്രയോറിറ്റി കൊടുക്കുമായിരിക്കും. മേ ബി ലിവർപൂൾ സിസ്റ്റത്തിന് സൂട്ടബിൾ ആകുമെന്ന് തോന്നുമായിരിക്കും. 26 വയസ്സുകാരൻ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഇഞ്ചുറി പ്രോൺ ആയിരുന്നു കുറേ നാൾ. ബട്ട് ഈ സീസൺ ആൾ ഇഞ്ചുറി ഫ്രീ ആയിട്ട് നിൽക്കുന്നുണ്ട്. മേ ബി അതൊരു ഗെയിം ചേഞ്ചർ ആവാം. എന്തായാലും 40-45 മില്യൺ അറൗണ്ടാണ് യുവൻഡസ് ആവശ്യപ്പെടുന്നതെന്നാണ് കേൾക്കുന്ന റിപ്പോർട്ടുകൾ.
സോ ഇതൊക്കെയാണ് ഇപ്പം ഫുട്ബോളിംഗ് വേൾഡിൽ നടക്കുന്ന കാര്യങ്ങളും വാർത്തകളും. സോ മാൻ യുണൈറ്റഡ് കോച്ച് അതാണ് ഇപ്പോഴത്തെ. ഇപ്പം നെക്സ്റ്റ് സീസൺ ബാർസയ്ക്ക് ഒരു കോച്ച് വേണം. മാൻ യുണൈറ്റഡിന് മിക്കവാറും ടെന്നാഗിൻ്റെ കാര്യം വെച്ച് ഇപ്പോൾ ഒത്തിരി മീഡിയാസ് വലിച്ചു നീട്ടുന്നുണ്ട്. ഇപ്പം ബയൺ മ്യൂണിക് ജോബ്, ലിവർപൂളിനൊരു കോച്ച് വേണം. എന്തായാലും കാര്യങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആവുകയാണ്. ഇപ്പം മെലീസ റെഡ്ഡി കഴിഞ്ഞ ദിവസം വന്നിട്ട് പറയുന്നത് ടെന്നാഗിനെ വെച്ച് തന്നെ നെക്സ്റ്റ് സീസൺ മുന്നോട്ട് നീക്കാനായിട്ടാണ് ഇനിയോസ് ഗ്രൂപ്പ് പ്ലാൻ ചെയ്യുന്നത്. മെലീസ റെഡ്ഡി എന്ന് പറയുന്നു. എന്തൊക്കെയാണ് യുണൈറ്റഡ് ബേസ്ഡ് കാര്യങ്ങൾ നടക്കുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. കഴിഞ്ഞ ദിവസം സ്കൈ സ്പോർട്സിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ യൂട്യൂബിൽ അവൈലബിൾ ആണ്, കയറി ഒന്ന് കാണാൻ പറ്റുവാണെങ്കിൽ കാണാം. മാൻ യുണൈറ്റഡ് ഫാൻ ടെന്നാഗിനെ വെച്ചുകൊണ്ട് തന്നെ നെക്സ്റ്റ് സീസൺ നീക്കാനായിട്ടാണ് മാൻ യുണൈറ്റഡിൻ്റെ പ്ലാൻ എന്ന് മെലീസ റെഡ്ഡി പറയുന്നു. അതേസമയത്ത് ഇപ്പം കുറേ മാനേജേഴ്സിന് ഇൻ്റർവ്യൂ നടത്താൻ പോകും. അന്നും മറ്റ് മാറ്റ് ഹ്യൂക്സും മാർക്ക് ഓർഗനും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്താണ് സംഭവം എന്നറിയത്തില്ല. നമുക്ക് എന്തായാലും കണ്ടു നോക്കാം. എന്തായാലും നെക്സ്റ്റ് സമ്മർ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. യൂറോസ്, കോപ്പ ആൻഡ് ധാരാളം മാനേജറിയൽ പൊസിഷൻസ് ഓപ്പൺ. സോ നമുക്ക് നോക്കാം എന്താവുമെന്ന്. നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാൻ.